അങ്ങനെ 2 രാപ്പകലുകൾ പ്രവാസികൾ ആഘോഷമാക്കിയ ഹലാ ജിദ്ദക്ക് സമാപനമായി. ജിദ്ദയിലെ ദി ട്രാക്കായിരുന്നു ഹലാ ജിദ്ദയുടെ വേദി. സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിനാണ് ഹലാ ജിദ്ദ സാക്ഷ്യം വഹിച്ചത്. സൗദിയിൽ വിനോദ പരിപാടികൾക്ക് അവസരം നൽകിയ ശേഷം 2020 പ്രവാസോത്സവമായിരുന്നു മീഡിയ വൺ നടത്തിയ ആദ്യ പരിപാടി. 4 വർഷത്തിന് ശേഷം ജിദ്ദയിലേക്ക് മീഡിയ വൺ മെഗാ ഇവന്റുമായി എത്തുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ചിത്രം. തൊട്ടു മുന്നേ നടന്ന പല ഇവന്റുകളിലും മതിയായ ജനമെത്താത്ത അവസ്ഥ, വൻ നഷ്ടങ്ങൾ നേരിട്ട മലയാളി ഇവന്റ് ചരിത്രം. പക്ഷേ 2020 പ്രവാസോത്സവത്തിന് ശേഷം ജിദ്ദയിലേക്ക് മീഡിയ വൺ എത്തുമ്പോൾ അവർക്ക് കൊടുത്ത വാക്കായിരുന്നു ഏറ്റവും മികച്ചതേ നൽകൂ എന്നത്. അതിൽ നിന്നും ഉരുവമെടുത്ത ആശയമായിരുന്നു ഹലാ ജിദ്ദ. അറിവും വിനോദവും കായിക പരിപാടികളുമെല്ലാം നിറഞ്ഞ കാർണിവൽ. നമ്മുടെ നാടിന്റെ തെരുവുകളും അനുഭവങ്ങളും പ്രവാസ ലോകത്തെ നഗരിയിലേക്ക് എത്തിക്കുക. ആശയം കേട്ട മാത്രയിൽ ഇംപെക്സ് ഹലാ ജിദ്ദയുടെ ടൈറ്റിൽ സ്പോൺസറായി. പിന്നാലെ ഹലാ ജിദ്ദക്കായി മീഡിയ വൺ കേരളത്തിൽ നിന്നും വേണ്ടതെല്ലാം എത്തിച്ചു. സിനിമാ കലാ സംവിധായകൻ നഗരിയെ കുറഞ്ഞ സമയത്തിനകം ഇങ്ങനെ മാറ്റിയെടുത്തു. മദീന റോഡിലെ ദി ട്രാക്ക് ജിദ്ദ എന്ന നഗരി അങ്ങനെ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവൽ നഗരിയായി. പ്രവാസികൾക്ക് മീഡിയ വണ്ണിന് മേലുള്ള വിശ്വാസം കൂടിയായിരുന്നു നഗരിയിലേക്ക് 2 ദിവസത്തിനകം കയറി ഇറങ്ങിപ്പോയ 50,000-ലേറെ പേർ. ജിദ്ദ കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം. അതിനെ സാക്ഷി നിർത്തി ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻസൂരി ഹലാ ജിദ്ദയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഹലാ ജിദ്ദയിലേക്ക് ഒഴുകിയെത്തിയ പ്രവാസികളോട് മീഡിയ വൺ സംഘടിപ്പിച്ച ഹലാ ജിദ്ദയുടെ വലിപ്പത്തെ ഒഴുകിയെത്തിയ പ്രവാസികളോട് കോൺസുൽ ജനറൽ ഇങ്ങനെ വിശേഷിപ്പിച്ചു. It is both a privilege and of course an absolute delight for me to be here as the chief guest of this grand cultural festival, Hala Jeddah, which I see as celebrating the rich and diverse arts, culture and heritage of India. I would like to specifically commend the organizers, for bringing this exceptional talent and putting together this event that highlights the vibrancy of our Indian culture. I think that has been a consistent message from my side to all our local community associations who have met me in these 100 days. Let's introduce our culture to our friends here in Saudi Arabia. Next time when we have this gathering, perhaps an equal number of friends from Saudi Arabia should also be in attendance to watch this spectacular event that we are showcasing here. മീഡിയ വൺ CEO റോഷൻ കക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഹാലാ ജിദ്ദ 2nd എഡിഷൻ ഞാനിവിടെ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുകയാണ്. ഹാലാ ജിദ്ദ 2025 ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ആവശ്യപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. And also for inspiring a lot of us to reach the heights that you have scaled. Thank you, sir. With your presence, you've made us feel very blessed. മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം റഹീം പട്ടർകടവൻ, എഡിറ്റർ പ്രമോദ് രാമൻ, മാനേജിംഗ് എഡിറ്റർ സീതാവൂദ് എന്നിവരും സംസാരിച്ചു. ജിദ്ദ ഹജ്ജ് കോൺസുൽ അബ്ദുൽ ജലീൽ ഹലാ ജിദ്ദയുടെ ഭാഗമായ സ്പോൺസർമാർക്കൊപ്പം ഹലാ ജിദ്ദക്ക് ആശംസകൾ നേർന്നു. പരിപാടിയുടെ മുഖ്യപ്രായോജകരായ ഇംപെക്സിന്റെ മിഡിൽ ഈസ്റ്റ് COO സിറാജുദ്ദീൻ അബ്ദുള്ളക്ക് മീഡിയ വൺ ഉപഹാരം കൈമാറി. The first one going out to the Vice President Sales from Impex, Mr. Nawaz C. Mr. Nawaz, may I request you on stage to collect the memento on behalf of Impex. മറ്റു പ്രായോജകരായ ലുലു ഗ്രൂപ്പിന്റെ റീജിയണൽ മാനേജർ JNH ചെയർമാൻ VP മുഹമ്മദ് അലി, ഹോട്ട് പാക്ക് ഗ്ലോബൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് M. സുഹൈൽ അബ്ദുള്ള, മൂലൻസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് മൂലൻ, ഹൈലൈറ്റ് ബിൽഡ് CEO മുഹമ്മദ് ഫസീം,
മിനാർ TMT മുഹമ്മദ് ഷാഫി എന്നിവർക്കും മീഡിയ വൺ പുരസ്കാരം കൈമാറി. റാക്കോ ഇവന്റ്സിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഹലാ ജിദ്ദയിൽ മീഡിയ വൺ മുഖ്യ രക്ഷാധികാരി നിജമുദ്ദീൻ അമ്പലങ്ങാടൻ, KM ബഷീർ, ഫസൽ P മുഹമ്മദ് എന്നിവരും സംബന്ധിച്ചിരുന്നു. ഹലാ ജിദ്ദയുടെ ആദ്യ എഡിഷന് തുടക്കം കുറിക്കുമ്പോൾ വരാനിരിക്കുന്ന ജനത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. 3 കാറ്റഗറിയിലായിരുന്നു ടിക്കറ്റുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയത് പ്രധാന 2 കാറ്റഗറികളിലാണ്. 25 റിയാൽ കാറ്റഗറിയിൽ സീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. കാർണിവൽ സ്വഭാവം സൃഷ്ടിക്കാൻ നഗരിയിൽ കറങ്ങി നടക്കുന്ന ജനത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് തെളിയിക്കുന്നതായിരുന്നു നഗരിയുടെ പാതിയോളം ഭാഗത്തുകൂടി കറങ്ങിക്കൊണ്ടേയിരുന്ന ജനം. ഈ കുത്തൊഴുക്ക് ഹലാ ജിദ്ദയെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവായിരുന്നു. ഇതോടെ ആദ്യ എഡിഷൻ വിജയകരമായി പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ മീഡിയ വൺ ഹലാ ജിദ്ദ സീസൺ 2025 പ്രഖ്യാപിച്ചു. അടിപൊളി പരിപാടി, സൂപ്പർ. എല്ലാം എൻജോയ് ചെയ്ത്, പാട്ടും അതുപോലെ സ്റ്റാളുകളും പിന്നെ ആൾക്കാരെ കലാപരിപാടികളെല്ലാം രസം. ശരിക്കും ജിദ്ദയിൽ ഒരു കാർണിവൽ ക്രിയേറ്റ് ചെയ്തു. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ജിദ്ദയിൽ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലെ പൂരത്തിനൊക്കെ പോയ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. മാഷാഅല്ലാഹ് വളരെ അടിപൊളി പരിപാടിയായിരുന്നു. ഒരു വെറൈറ്റി പ്രോഗ്രാം, എന്നും നടക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ജിദ്ദയിൽ വളരുന്ന പ്രവാസികളായിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു അന്തരീക്ഷം വെറും ഒരു പ്രോഗ്രാം അല്ലാതെ ഒരു വെറൈറ്റി കൊണ്ടുവന്നതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ ഉള്ളത്. ജിദ്ദയിൽ ഇതുവരെ കാണാത്ത വൻ പരിപാടി. ഇത്രയും ജനങ്ങൾ ജിദ്ദയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പക്ക ഒരു കാർണിവൽ, നാട്ടിൽ നടക്കുന്നത് പോലത്തെ ഒരു കാർണിവൽ. അടിപൊളിയായിരുന്നു. സമീപകാലത്ത് ജിദ്ദയിൽ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഭാഗമായ പരിപാടി എന്ന റെക്കോർഡിട്ടാണ് ഹലാ ജിദ്ദ ആദ്യ എഡിഷന്റെ കൊടിയിറക്കം.